നേപ്പാളിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനൊരുങ്ങി ജെൻസി. കെ.പി. ശർമ്മ ഒലി സർക്കാരിന്റെ രാജിയിലേക്ക് നയിച്ച പ്രക്ഷോഭത്തിന് പിന്നാലെയാണ് ജെൻസിയുടെ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം. പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ ഒരാളായ മിരാജ് ധൂങ്കാനെയാണ് പത്രസമ്മേളനത്തിലൂടെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത്. മാർച്ച് 5-ന് നേപ്പാളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പ്രഖ്യാപനം. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നന്ദന, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഈ ജെൻസി പ്രക്ഷോഭം നേപ്പാളിൽ വലിയ രീതിയിലുള്ള പ്രകമ്പനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഈ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതിൽ ഒരാളായ മിരാജ് ദുങ്കാനെയാണ് ഇപ്പോൾ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു തീരുമാനം വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. കെ.പി. ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ രാജിയിലേക്ക് നയിച്ച പ്രക്ഷോഭത്തിന് പിന്നിൽ ഈ ജെൻസി ശക്തിയായിരുന്നു. അതായത് കെ.പി. ഒലി സർക്കാർ നേപ്പാളിൽ വലിയ രീതിയിലുള്ള അഴിമതികളും അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള അക്രമങ്ങളും നടത്തുന്നു, ഒപ്പം തന്നെ ഖജനാവ് കട്ടുമുടിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു ഈ ജെൻസി പ്രക്ഷോഭകർ മുന്നോട്ട് വെച്ചത്. ഈ ശർമ്മ ഒലി സർക്കാരിന്റെ അനീതി നിറഞ്ഞ ഭരണത്തിനെതിരെ ജെൻസി പ്രക്ഷോഭകർ നേപ്പാളിലാകെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും നിരവധി പേരുടെ മരണത്തിനിടയാക്കുകയും വലിയ സംഘർഷങ്ങൾക്കൊക്കെ തന്നെ കാരണമായ സംഭവമാണ് കഴിഞ്ഞ 2 മാസം മുമ്പുണ്ടായത്. മാത്രമല്ല, അവിടെ പാർലമെന്റ് മന്ദിരത്തിന് വരെ തീയിടുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരം ഈ ജെൻസികളുടെ നേതൃത്വത്തിൽ യുവാക്കളുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം അലയടിച്ചതിന് പിന്നാലെയാണ് മന്ത്രിസഭ തന്നെ രാജിവെച്ചുകൊണ്ട് കെ.പി. ശർമ്മ ഒലി അവിടുത്തെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുകയും പിന്നീട് ഇപ്പോൾ ഒരു താൽക്കാലിക സർക്കാർ രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അടുത്ത വർഷം 2026 മാർച്ച് 5-ന് നേപ്പാളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും അതും ജെൻസിയുടെ നേതൃത്വത്തിലായിരിക്കും ആ പാർട്ടി എന്നുമുള്ള ഒരു പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ദേവിക, ശരി.